ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 35 ആണ്. സീരീസ് 34 വരെയുള്ളത് എല്ലാവരും കാണുക. ഓക്കെ, ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതോടൊപ്പം തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, പമ്പ് ഓപ്പറേറ്റ് എല്ലാം നോട്ടിഫിക്കേഷൻ വന്ന എക്സാമാണ്. ഉടനെ നമുക്ക് എക്സാംസിൻ്റെ ഡേറ്റ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഡിപ്ലോമ ലെവലിൽ കുറേ എക്സാംസ്, ഓവർസിയർ, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ കുറേ എക്സാംസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രീഷ്യൻ, ITA ലെവൽ ഇലക്ട്രീഷ്യൻ എക്സാംസും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ടെലഗ്രാമിലാണ് വരുന്നത്. തിയറി റെക്കോർഡഡ് ക്ലാസ് ആണ്, ലൈവ് ഒന്നുമില്ല. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഏത് ടൈമിങ്ങിലും കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ PDF നോട്ട്സും ഉണ്ട്, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് എല്ലാം ഉണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി 3 hours നമ്മുടെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ലൈവായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. സോ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലിടാം. ഇന്ന് 10:30 ഒരു ക്ലാസ് ഉണ്ട്, അതുപോലെ 3 മണിക്ക് ഒരു ക്ലാസ്സും ഉണ്ട്, അതുപോലെ തന്നെ രാത്രി 8 മണിക്ക് ഒരു ക്ലാസ്സും ഉണ്ട്. എല്ലാവരും ലൈവ് വരാൻ നോക്കാം. നമ്മൾ ഇതിനകം തന്നെ നമ്മളൊരു 16 മെക്കാനിക്കൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫോർ പമ്പ് ഓപ്പറേറ്റർ എക്സാം. അതുപോലെ തന്നെ 91 നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. അതിൻ്റെ എല്ലാം റെക്കോർഡഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുക. ഇറ്റ് ഇസ് വെരി യൂസ്ഫുൾ ഫോർ ഓൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. എല്ലാ എക്സാംസിനും വളരെ യൂസ്ഫുൾ ആണ് ഇത്രയും ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് പ്ലസ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ DC മോട്ടറിൻ്റെ ഒരു പ്രോബ്ലംസിൻ്റെ ഒരു സെക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ DC ജനറേറ്ററിൻ്റെ സെക്ഷനും ചെയ്തിട്ടുണ്ടാവുന്നു. അത് നിങ്ങൾ കാണാത്തവർ കാണുക. ആ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ PSCക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. DC മോട്ടർ എന്നാലും DC ജനറേറ്റർ എന്നാലും അതിൻ്റെ എല്ലാം ടോപ്പിക് വൈസിൻ്റെ ക്ലാസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ടോപ്പിക് വൈസ് ഡിസ്കഷനും അൺഅക്കാഡമിയിലും ഉണ്ടായിരുന്നു. ഒരു 150ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ DC മോട്ടറും DC ജനറേറ്റർ സെക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ ടോപ്പിക് വൈസ് MCQ വരുന്നത് നമ്മുടെ പോളിഫേസ് ഇൻഡക്ഷൻ മോട്ടേഴ്സ് ആണ്. അത് വരുന്ന വെനസ്ഡേ ആണ് അതിൻ്റെ എക്സാം വരുന്നത്. ഓക്കെ, അതെല്ലാവരും പ്രിപ്പയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ മോട്ടറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 8 പോൾ ആണ്, നമ്മൾ 4 ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് 8 പോൾ DC മോട്ടർ ഹാസ് എ വേവ് വൗണ്ട് ആർമേച്ചർ വിത്ത് 900 കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ P തന്നിട്ടുണ്ട്. എത്രയാണ് P തന്നിട്ടുണ്ട്? 8 ആണ്. വേവ് വൗണ്ട് ആണ്. വേവ് വൗണ്ട് ആകുമ്പോൾ നമ്പർ ഓഫ് പാരൽ പാത്ത് A എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം, C എന്നും കൊടുക്കാം. ചില ടെക്സ്റ്റ് ബുക്കിൽ C എന്ന് കാണാറുണ്ട്. A or C = 2 ആണ്. വേവ് വൗണ്ട് അല്ലേ. അതുപോലെ കണ്ടക്ടേഴ്സ് Z തന്നിട്ടുണ്ട്. എത്രയാണ്? 900. അതുപോലെ ഫ്ലക്സ്, യൂസ്ഫുൾ ഫ്ലക്സ് പെർ പോൾ 5 = 25 മില്ലി വെബർ ആണ്. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്ത് 25 × 10⁻³ വെബർ ആക്കാം. ഓക്കെ, ഡിറ്റർമൈൻ ദ ടോർക്കാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. വെൻ എ കറണ്ട് ഓഫ് 30 ആംപിയർ ഫ്ലോസ് ഇൻ ഈച്ച് ആർമേച്ചർ കണ്ടക്ടർ. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കറണ്ട് ഏതാണ്? IZ ആണ് തന്നിട്ടുള്ളത്. IZ ആണ് എത്ര? 30 ആംപിയർ. ഇറ്റ് ഈസ് കറണ്ട് ഫ്ലോ ഇൻ ഈച്ച് ആർമേച്ചർ കണ്ടക്ടർ ആണ്. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? ആർമേച്ചർ കറണ്ട് ആണ് വേണ്ടത്. അപ്പോൾ IZ ഒരു ഫോർമുലയുണ്ട്. IZ എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാരൽ പാത്ത്. ഓക്കെ, IA/C അല്ലെങ്കിൽ P. ഓക്കെ, നമ്പർ P അല്ല A, നമ്പർ ഓഫ് പാരൽ പാത്ത്. IZ ഫോർമുലയാണ്. IZ = ആർമേച്ചർ കറണ്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പാരൽ പാത്ത്. ഇത് നമ്പർ ഓഫ് പാരൽ പാത്ത് എത്രയാണ്? ഇറ്റ് ഇസ് 2 അല്ലേ, വേവ് വൗണ്ട് അല്ലേ. അപ്പം IA നമുക്കറിയാം 30. IA അല്ല, Z. നമുക്ക് IZ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, IZ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. IA ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ IA എന്ന് പറഞ്ഞാൽ എന്താണ്? IZ ഇൻറ്റു എന്തായിരിക്കും? നമ്പർ ഓഫ് പാരൽ പാത്ത് ആയിരിക്കും അല്ലേ. അപ്പോൾ IA എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? IA എന്ന് പറയുന്നത് IZ എന്ന് പറയുമ്പോൾ 30 ഇൻറ്റു നമ്പർ ഓഫ് പാരൽ പാത്ത് എന്താണ്? വേവ് വൗണ്ട് ആയതുകൊണ്ട് 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് IA എന്ന് പറയുന്നത് എന്ത് കിട്ടും? IA 60 കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മറക്കാതിരിക്കുക. IZ = IA/ നമ്പർ ഓഫ് പാരൽ പാത്ത്. എന്നാണ് നമ്മുടെ Iയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ, ടോർക്കിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കുക. ടോർക്ക് = P5Z IA ഡിവൈഡഡ് ബൈ, ഇവിടെ πC എന്നേ ഉള്ളൂ, പൈ അല്ല, 2πC ആണ്. ഓക്കെ, ഇതൊരു കറക്ഷനും കൂടെ ഉണ്ട് ഫോർമുലയിൽ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി കറക്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പോൾ എന്ന് പറയുന്നത് 8 പോൾ ആണ്. ഇവിടെ 4 ആണ് എന്നിട്ടുള്ളത്, 8 പോൾ ആണ്. അപ്പോൾ 8 എല്ലാവരും ആക്കുക. 8 ഇൻറ്റു ബാക്കിയെല്ലാം IA എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. ഇൻറ്റു ഒരു 2 കൂടെ വരും. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് 858.6 ന്യൂട്ടൺ മീറ്റർ കിട്ടും. ഓക്കെ, 858.6 ന്യൂട്ടൺ മീറ്റർ കിട്ടും. അപ്പോൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ. ഒരു 8 പോൾ ആണ്, വേവ് വൗണ്ട് ആണ്. അപ്പോൾ നമ്പർ ഓഫ് പാരൽ പാത്ത് 2 ആണ്. Z തന്നിട്ടുണ്ട്. യൂസ്ഫുൾ ഫ്ലക്സ് 5 തന്നിട്ടുണ്ട്. ഈച്ച് നമ്മുടെ തന്നിട്ടുള്ള കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോ ഇൻ ഈച്ച് ആർമേച്ചർ കണ്ടക്ടർ ആണ്. നമുക്ക് ആർമേച്ചർ കറണ്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ IA = IZ ഇൻറ്റു നമ്പർ ഓഫ് പാരൽ പാത്ത് ചെയ്യുക. നമ്മുടെ ഫോർമുലയിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ.
ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെക്ഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 35 ആണ്. 34 വരെയുള്ള സീരീസ് എല്ലാവരും കാണുക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ സോളിഡ് ഈസ് ഡ്യൂ ടു ഇലക്ട്രോൺസ്, ആറ്റംസ്, ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ്. എന്തായിരിക്കും ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ സോളിഡ് ഫ്ലോ ഓഫ് കറണ്ട് ഇൻ സോളിഡ് ഈസ് ഡ്യൂ ടു ഓപ്ഷൻ എ ഇലക്ട്രോൺസ് ആണ്. അടുത്ത്, ആൻ ആറ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. എന്താണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ സി ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോട്ടോൺ ഈസ് എ ഡാഷ് പാർട്ടിക്കിൾ, വെരി സ്മോൾ ആൻഡ് ഹെവി, വെരി വെരി ലാർജ് ആൻഡ് ലൈറ്റ്, വെരി ലാർജ് ആൻഡ് ഹെവി. ദ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്ത് പാർട്ടിക്കിളാണ്? ഇറ്റ് ഇസ് വെരി ലാർജ് ആൻഡ് ഹെവി പാർട്ടിക്കിൾ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇലക്ട്രോൺ ഹാസ് എ ഡാഷ് ചാർജ്, നെഗറ്റീവ്, പോസിറ്റീവ്, ന്യൂട്രൽ. ഏതാണ് ഇലക്ട്രോൺ ഏത് ചാർജാണുള്ളത്? ഇറ്റ് ഇസ് ഓപ്ഷൻ എ നെഗറ്റീവ്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദോസ് സബ്സ്റ്റൻസ് ഹൂസ് ആറ്റംസ് ഹാവ് ദിയർ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഇൻകംപ്ലീറ്റ് ഈസ് കോൾഡ്. ഏതായിരിക്കും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ? അതെന്ന് പറഞ്ഞാൽ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണോ, ഇൻസുലേറ്റേഴ്സ് ആണോ, സെമി കണ്ടക്ടേഴ്സ് ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ എ, ഇറ്റ് ഇസ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോപ്പർട്ടി ഓഫ് ദി ഇലക്ട്രിക് സർക്യൂട്ട് വിച്ച് ഒപ്പോസസ് ദി ഫ്ലോ ഓഫ് കറണ്ട് ഈസ് കോൾഡ്. എന്തായിരിക്കും? ദ പ്രോപ്പർട്ടി ഓഫ് ദി ഇലക്ട്രിക് സർക്യൂട്ട് വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഈസ് കോൾഡ്. ഇറ്റ് ഇസ് ഓപ്ഷൻ ബി റെസിസ്റ്റൻസ്. അടുത്ത, ദ യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി യൂണിറ്റ് എന്താണ്? മോ പെർ മീറ്റർ, അല്ലെങ്കിൽ നമുക്ക് സീമൻ പെർ മീറ്റർ എന്നൊക്കെ പറയാം. ഓക്കെ, അടുത്ത, ഇഫ് ദ റെസിസ്റ്റൻസ് R1 R2 കണക്റ്റഡ് ഇൻ സീരീസ്, ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് R വിൽ ബി. സീരീസ് ആണെങ്കിൽ R ഈക്വൽ ടു R1 പ്ലസ് R2 ആണ്. പാരലൽ ആണെങ്കിൽ 1/R ഈക്വൽ ടു 1/R1 പ്ലസ് R2 ആയിരിക്കും. ഓക്കെ, അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റിവിറ്റി ഓഫ് ഇൻസുലേറ്റേഴ്സ് ഡാഷ് റാപ്പിഡ്ലി വിത്ത് റൈസ് ഓഫ് ടെമ്പറേച്ചർ. ദ റെസിസ്റ്റിവിറ്റി ഓഫ് ഇൻസുലേറ്റേഴ്സ് എന്താണ്? ഇൻക്രീസസ് ആണോ, ഡിക്രീസ് ആണോ? അതോ ആദ്യം ഇൻക്രീസ് ചെയ്യും പിന്നെ ഡിക്രീസ് ചെയ്യും? എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ എന്താണ്? ഡിക്രീസസ് റാപ്പിഡ്ലി വിത്ത് റൈസ് ഓഫ് ടെമ്പറേച്ചർ. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എ ട്രാൻസ്ഫോമർ ഓയിൽ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി. എത്രയാണ് ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എ ട്രാൻസ്ഫോമർ ഓയിൽ? 1 kV ആണോ, 33 ആണോ, 100 ആണോ, 330 ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി 33 kV. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ സപ്നേഴ്സ് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ഓൺ ട്രാൻസ്ഫോമേഴ്സ് ടു ഡിറ്റർമൈൻ. എന്ത് കണ്ടുപിടിക്കാനാണ്? ടെമ്പറേച്ചർ, സ്ട്രേ ലോസ്, വോൾട്ടേജ് എഫിഷ്യൻസി, നൺ ഓഫ് ദി അബോവ്. ഇറ്റ് ഇസ് ഓപ്ഷൻ എ ടെമ്പറേച്ചർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ പെർമിസിബിൾ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ കേസ് ഓഫ് കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയൻറ്റഡ് സ്റ്റീൽ ഈസ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് പെർമിസിബിൾ ഫ്ലക്സ് ഡെൻസിറ്റി? 1.7 വെബർ പെർ മീറ്റർ സ്ക്വയർ, 2.7 ആണോ, 3.7 ആണോ, 4.7 ആണോ? ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ എ 1.7 വെബർ പെർ മീറ്റർ സ്ക്വയർ. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓൺ എ സ്മോൾ ട്രാൻസ്ഫോമർ. The frequency is increased from 50 Hz to 200 Hz. The copper loss will increase by a factor of 16, 4, 1, 1/4. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എവിടെയാണ്? അറ്റ് റേറ്റഡ് വോൾട്ടേജിലാണ് അല്ലേ? ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഒരു സ്മോൾ ട്രാൻസ്ഫോമർ ആണ്, കണ്ടക്ട് ചെയ്യുന്ന റേറ്റഡ് വോൾട്ടേജിലാണ്. അപ്പോൾ കറണ്ട് I എന്ന് പറയുന്നത് I ഈക്വൽ ടു V/Z ആയിരിക്കും. കറണ്ട് I ഈക്വൽ ടു V/Z ആണ്. ഓക്കെ, Z എന്ന് പറയുന്നത് എന്തായിരിക്കും? R പ്ലസ് JX. ഓക്കെ, അപ്പോൾ ഡ്യൂറിങ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റെസിസ്റ്റൻസ് അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് therefore we can say that നമുക്ക് എന്ത് പറയാം? I എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? I പ്രൊപ്പോർഷണൽ ടു 1/f, ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, I എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു 1/f ആണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോപ്പർ ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോപ്പർ ലോസ് എന്ന് പറയുന്നത് കോപ്പർ ലോസ് ഈക്വൽ ടു I² R ആണ്. ഓക്കെ, കോപ്പർ ലോസ് ഈക്വൽ ടു I² R ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള എന്താണ്? ഫ്രീക്വൻസീസ് ഇൻക്രീസ് ഫ്രം 50 Hz ടു 200 Hz ആണ്. അങ്ങനെയാണെങ്കിൽ കോപ്പർ ലോസ് എന്തായിരിക്കും? ഫ്രീക്വൻസി 50 Hz ടു 200 Hz ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കോപ്പർ ലോസ് വിൽ ഇൻക്രീസ് ബൈ എ ഫാക്ടർ ഓഫ് എത്രയായിരിക്കും? ഇൻക്രീസ് ചെയ്യുന്ന ബൈ എ ഫാക്ടർ ഓഫ് 16. ഓപ്ഷൻ എ 16 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ, ദ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ വിൽ ബി മാക്സിമം വെൻ. എപ്പോഴാണ് മാക്സിമം? കോപ്പർ ലോസ് ഈക്വൽ ടു ഹിസ്റ്ററിസ് ലോസ് ആണോ, ഹിസ്റ്ററിസ് ലോസ് ഈക്വൽ ടു എഡ്ഡി കറണ്ട് ആണോ, എഡ്ഡി കറണ്ട് ലോസ് ഈക്വൽ ടു കോപ്പർ ലോസ് ആണോ, കോപ്പർ ലോസ് ഈക്വൽ ടു അയൺ ലോസ് ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി കോപ്പർ ലോസ് ഈക്വൽ ടു അയൺ ലോസ്. അടുത്ത് 15ാമത്തെ ക്വസ്റ്റ്യൻ, നോ ലോഡ് കറണ്ട് ഇൻ എ ട്രാൻസ്ഫോമർ ലാഗ് ബിഹൈൻഡ് ദി വോൾട്ടേജ് ബൈ അബൌട്ട് 75 ഡിഗ്രി, ലീഡ് ദ വോൾട്ടേജ് ബൈ അബൌട്ട് 75 ഡിഗ്രി, ലാഗ് ബിഹൈൻഡ് ദി വോൾട്ടേജ് ബൈ അബൌട്ട് 15 ഡിഗ്രി, ലീഡ് ദ വോൾട്ടേജ് ബൈ അബൌട്ട് 15 ഡിഗ്രി. ഏതായിരിക്കും? ഇറ്റ് ഇസ് ഓപ്ഷൻ എ ലാഗ് ബിഹൈൻഡ് ദി വോൾട്ടേജ് ബൈ അബൌട്ട് 75 ഡിഗ്രി. ഓക്കെ, അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, ദ മിനിമം നമ്പർ ഓഫ് വാട്ടിമീറ്റേഴ്സ് ടു മെഷർ പവർ ഇൻ 3 phase അൺബാലൻസ്ഡ് സ്റ്റാർ ലോഡ് കണക്റ്റഡ് ലോഡ് ഈസ്. എത്രയായിരിക്കും? 1, 2, 3, 4. ഇറ്റ് ഇസ് ഓപ്ഷൻ ബി 2 ആണ്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, വൈൽ മെഷറിംഗ് പവർ ഇൻ എ 3 phase ലോഡ് ബൈ 2 watt-meter മെത്തേഡ്, ദ റീഡിംഗ് ഓഫ് 2 watt-meters വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇപ്പോൾ ഒരു 3 ഫേസ് ലോഡ് നമ്മൾ 2 വാട്ട് മീറ്റർ മെത്തേഡ് വഴി മെഷർ ചെയ്യുകയാണ്. അപ്പോൾ റീഡിങ്സ് 2 വാട്ട് മീറ്റേഴ്സിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് ഈക്വലും ആണ് ഓപ്പോസിറ്റും ആണ്. ഏത് കണ്ടീഷനിലാണെന്ന് ചോദിച്ചിട്ടുള്ളത്. പവർ ഫാക്ടർ യൂണിറ്റി ആവുന്നതാണോ, ലോഡ് ബാലൻസ്ഡ് ആണോ, ഫേസ് ആംഗിൾ ഇസ് ബിറ്റ്വീൻ 60 ആൻഡ് 90 ഡിഗ്രി ആണോ, ലോഡ് ഈസ് പ്യുവർലി ഇൻഡക്റ്റീവ് ആണ്. ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി, ലോഡ് ഈസ് പ്യുവർലി ഇൻഡക്റ്റീവ് കണ്ടീഷനിലാണ്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, if the measurement of 3-phase power by 2 watt meter method, the 2 watt meter readings are equal, the power factor of the circuit എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 watt meter readingസും സെയിം ആണെങ്കിൽ പവർ ഫാക്ടർ ഓഫ് ദി സർക്യൂട്ട് എന്താ പറയുക? ഓപ്ഷൻ ഡി, യൂണിറ്റി. അപ്പോൾ ഞാൻ ഈ 3 ഫേസ് വാട്ട് മീറ്റർ മെത്തേഡിൽ ഈ ഓരോ വാട്ട് മീറ്ററും എന്ത് കണ്ടീഷൻസ് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഒരു ടേബിളൊക്കെ വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, which of the following are the necessary condition for an entire 3-phase system to be balanced? എന്തായിരിക്കും necessary condition? Line voltage are equal in magnitude, phase difference between successive line voltage are equal, impedance in each of the phase are identical. ഏതായിരിക്കും ഈക്വൽ ആയിട്ട് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ 1, 2, 3 3 കണ്ടീഷൻസും ഈക്വൽ ആണ്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ഫോം ഫാക്ടർ ഇസ് ദ റേഷ്യോ ഓഫ്, ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. ഫോം ഫാക്ടർ ഫോർ എ സൈൻ വേവ്, ഇറ്റ് ഈസ് ഓപ്ഷൻ സി 1.11. ഫോർ എ സൈൻ വേവ് ദ പീക്ക് വാല്യൂ തന്നിട്ടുണ്ട് ഇ മാക്സ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് വാല്യൂ എന്തായിരിക്കും? ഇറ്റ് ഈസ് 0.636 ഇ മാക്സ്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, ദ കറണ്ട് ഇൻ എ സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ I ഈക്വൽ ടു 100 സൈൻ 314 ആംബിയർ. ദ മാക്സിമം വാല്യൂം ഫ്രീക്വൻസിയും കണ്ടുപിടിക്കുക. അപ്പം ഒമേഗ തന്നിട്ടുണ്ട് 314, ഒമേഗ ഈക്വൽ ടു 2 പൈ എഫ് വെച്ച് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ മാക്സിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് വന്നിട്ട് എന്താണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്, 100 ആംബിയർ 50 ഹെർട്സ്. ഓക്കെ, അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, ദ അബ്രിവേഷൻ ഓഫ് TTL സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസിസ്റ്റർ ട്രാൻസ്ഫോമർ ലോജിക് ആണോ, ട്രാൻസിസ്റ്റർ ലോജിക് ആണോ, ട്രാൻസ്മിറ്റർ ലോജിക് ആണോ, ട്യൂൺഡ് ട്രാൻസിസ്റ്റർ ലൂപ്പ് ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ട്രാൻസിസ്റ്റർ ലോജിക്. അടുത്ത 25, IGFET സ്റ്റാൻഡ്സ് ഫോർ ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. അപ്പം എല്ലാവരും പഠിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ആ ഒരു മോട്ടറിൻ്റെ പ്രോബ്ലം ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ലൈവ് വരാൻ നോക്കുക. 3 ക്ലാസ് നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ 3 ക്ലാസ് അൺഅക്കാഡമിയിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം വരുന്നവർ കേരള അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കേരള PSC ടൈപ്പ് ചെയ്ത് എൻ്റെ റെഫറൽ കോഡ് ക്യാപിറ്റൽ ലെറ്റർ സിനു ആൻസി റെഫറൽ കോഡ് ടൈപ്പ് ചെയ്ത് കയറുക. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.